കസാലേന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നോക്കി പിന്നെ ഇങ്ങനെ തിരിഞ്ഞെന്ന് പറഞ്ഞ് കഴിച്ചപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായി. എങ്ങോട്ടിലൊക്കെ പോയി തിന്നണല്ലോ, പിന്നെ കുറേ ആയിപ്പോൾ തിന്നിട്ട് അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, നേരെ അവിടെ പോകാനുള്ള പരിപാടി. ചെക്കന്മാർ ചോദിച്ചു എന്നാൽ പോലാറ്, എന്നാൽ പിന്നെ വിട്ടോളി മക്കളെ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്ക. അങ്ങനെ കോണിപ്പടി ഇറങ്ങിയിട്ട് ആ കോണിപ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പടിയാണ് മക്കളെ, ഒരു രക്ഷയില്ലാത്ത പടിയാണ്. ആ പടിമൊക്കെ അങ്ങനെ ഇറങ്ങി പോകണം. അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാഴ്ച വെച്ചിട്ടാണ് നമ്മൾ ഹോട്ടലിൽ കയറി ചെല്ലും. ഹോട്ടലിൽ കയറി ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ആകാംക്ഷയിൽ ഇരിക്കുകയാണ്, എന്താ സംഭവം തിന്നാളൊരു ആകാംക്ഷ ഉണ്ടല്ലോ. അങ്ങനെ ഇവിടുത്തെ വെറൈറ്റികളൊക്കെ നമ്മളിവിടെയൊക്കെ തിന്നിട്ടുണ്ട്. പിന്നെ വീഡിയോ എടുക്കാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല, കാരണം നട്ടപ്പാതിര 1 മണി 1 സംതിങ് ഒക്കെയാണ് കേട്ടോ ടൈം, അത് വേറെ കാര്യം. അങ്ങനെ ഏതായാലും നമ്മൾ വലിയ വലിയ പ്ലാനായി നടക്കണേ. സംഭവം എന്താ വെച്ചാൽ ഏത് വേണം എങ്ങനെ വേണം, അങ്ങനെ ഒരാൾക്ക് ബ്രോസ്റ്റ് വേണമെന്ന് പറഞ്ഞു, ഒരാൾക്ക് അൽഫാം വേണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്നും നോക്കില്ല, നമ്മൾ എന്ത് ചെയ്ത് രണ്ടും കൂടി പാർസൽ പകുതിയും ആക്കിയിട്ടുള്ള പരിപാടിയായി കാണിച്ചു. കാരണം 4 ആൾക്കാരുണ്ട്, ഞാനുണ്ട്, ഇവനുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാകുമ്പോഴാണ് തിന്നാൻ രസം, മത്സരം വെച്ച് തിന്നുമ്പോൾ പ്രത്യേക രസമാണ്. അങ്ങനെ ഏതായാലും നമ്മൾ സാധനം ഓർഡർ ചെയ്തിട്ട് സാധനം കണ്ട് പിന്നെ ഒരു പെപ്സി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ മെറിൻഡ, പെപ്സി അങ്ങനത്തെ ഐറ്റംസ് സാധനങ്ങളാണ് എല്ലാവരും വാരി വലിച്ച് കുടിച്ചല്ലോ കേട്ടോ. നമ്മളെ നാട്ടിലത്തെ ലൈമില്ല അതില്ല അതൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും എല്ലാം കുടിച്ചില്ല. ഇങ്ങനത്തെ സാധനം കുടിക്കുമ്പോഴാണ് ഒരു എനർജി ഉണ്ട് കിട്ടുക. ആ എനർജി പിന്നെ ഇവിടെ വൈക്കോലും നെല്ലുള്ള മാതിരി നമ്മളൊരു പച്ച ഇല ഉണ്ട്, ഇവിടെ അത് തിന്ന് കഴിഞ്ഞാൽ നമ്മളെ സാധനം പള്ളൻ്റെ ഉള്ളതൊക്കെ ഒന്നായിട്ട് അങ്ങോട്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഈ ചക്രം പോലത്തെ സാധനം ഉണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് വന്ന സമയത്തിൽ ഈ കൈ ഒത്തണം ഇവിടെ എന്നുള്ള സിസ്റ്റം പോലും എനിക്ക് അറിയില്ല പറഞ്ഞില്ലേ. പിന്നെ അതൊക്കെ ഹോട്ടലൊക്കെ അത് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി. പിന്നെ കിട്ടുന്ന സംഭവമല്ലേ ഉള്ള മുതലാക്കിയുള്ള പരിപാടിയൊക്കെ ഞാൻ എടുക്കട്ടെ, അത് വേറെ കാര്യം. അങ്ങനെ ഏതായാലും ബ്രോസ്റ്റും സാധനമൊക്കെ എത്തിയിട്ട് ഇവിടുത്തെ ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ റേഞ്ച് ബ്രോസ്റ്റ് ആട്ടോ. ചിലവിടുത്തെ ബ്രോസ്റ്റ് പറഞ്ഞു ഇപ്പോൾ അൽബേക്ക്, പണ്ടൊക്കെ അൽബേക്ക് അടിപൊളിയെന്ന് എല്ലാവരും പറഞ്ഞു. ഇപ്പോഴത്തെ അൽബേക്ക് അത്ര അങ്ങോട്ട് നമുക്ക് ആ ഒരു റാത്തായില്ല, പക്ഷേ അൽബേക്കിനെക്കാട്ടി ടോപ്പ് ഇവിടുത്താണ് എനിക്ക് തോന്നിട്ടോ. അങ്ങനെ മയോണൈസ് നമ്മൾ വട്ടത്ത് കറക്കിയിട്ട് അവിടെ തിന്നുന്ന പരിപാടി കാട്ടുന്നത്. അതാ പിന്നെ നമ്മൾ റോട്ട് ബന്ധാണ് ഈ സംഭവമൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ റോട്ട് ബന്ധ വണ്ടി ഇങ്ങനെ ഒച്ചമിളി കിട്ടോ, അതുകൊണ്ടുള്ള അത് സംഭവം പറഞ്ഞുതരാം. അങ്ങനെ ഈ ഇലയാണ് ഞാൻ പറഞ്ഞ ഇല കേട്ടോ. ഇവിടെ ഈ സംഭവം ആൾക്കാർ ഈ ഹോട്ടൽ ഭക്ഷണം നല്ലോണം കഴിക്കണമെങ്കിൽ നല്ലോണം ഇല കൂട്ടും, കാരണം വെച്ചാൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടോ. അപ്പം ഞാനും തിന്നു നോക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോഴേക്ക് പിറ്റേന്ന് കാര്യം മനസ്സിലായി, അതുകൊണ്ട് കാര്യം ഉണ്ട് എന്നുള്ളത് കേട്ടോ. ഇനി കുറേ ആൾക്കാർക്ക് പ്രവാസികൾക്ക് മനസ്സിലാവും. അങ്ങനെ ഇവിടെ ഉരുളക്കിഴങ്ങിൻ്റെ പൊരികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളെ എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഏതായാലും ഞാൻ മയോണൈസ് ഇങ്ങനെ പൊട്ടിച്ചു തിന്നു. നമ്മുടെ നാട്ടിലത്തെ മാരിയല്ല, ഇവിടെ വല്ലാതെ മയോണൈസ് വന്ന എല്ലാവരും കൂട്ടലൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ കൂട്ടും. അങ്ങനെയാണ് ഇവിടെ ഒരുപാട് കടകളുണ്ട്. ഒക്കെ തിന്ന് തീർക്കണമെന്നുണ്ടെങ്കിൽ കണ്ണമാനം കൈമമാണ്. കാരണം വെച്ചാൽ നാട്ടിലത്തെ മാറ്റത്തെ എക്സ്പെൻസ് അല്ല, ഇവിടെ റിയാലിനെ കണക്ക് കൂട്ടുമ്പോൾ നാട്ടിലത്തെ പൈസ കൂട്ടുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമാണെന്ന് പറയും. പക്ഷേ തിന്നുന്ന കാര്യത്തിൽ നഷ്ടം നോക്കിയിട്ട് കാര്യമില്ല, ആകെ ജീവിക്കണം തിന്നാനല്ലേ, അതെങ്കിൽ നടക്കുന്നില്ല, പിന്നെ എന്ത് ജീവിതമാണ്. അതുകൊണ്ട് ഇനി എല്ലാ സമയത്ത് നമ്മൾ ഹാപ്പിയാക്കും. അങ്ങനെ ഈ സാധനം ഇപ്പോൾ പെപ്സി അങ്ങോട്ട് പൊട്ടിച്ച് കുടിച്ചാണ്. അങ്ങനെ ഞങ്ങൾ മെറിൻഡ നോക്കിയിരുന്നു, ഇവിടുത്തെ മെറിൻഡയാണ് ഇവിടുത്തെ അറേഞ്ച്. അങ്ങനെ മെറിൻഡ കിട്ടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് നേരെ പെപ്സിത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നില്ലേ. അങ്ങനെ ഇവിടെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഈ ബ്രോസ്റ്റിൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 4 ആളും ബ്രോസ്റ്റ് കഴിച്ച് ഇനി നമ്മൾ അറ്റാക്ക് അടുത്തത് നമ്മളെ അൽഫാമൊക്കെ കേട്ടോ. അൽഫാമും റൈസുമൊക്കെയാണ് അറ്റാക്ക് ഉള്ളത്. അതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്ത് കക്കേനൊക്കെ കൂട്ടി തോന്നുന്ന അടിച്ച് മേടിച്ച് സംഭവങ്ങളായിട്ട് നിന്നുള്ള പരിപാടി കാട്ടിക്കൂട്ടണേ. പിന്നെ അത് ഫുൾ റെക്കോർഡ് ആയതുകൊണ്ട് അടി തൊട്ട് മേലെ വരെ പറയേണ്ടി വരും, അതുകൊണ്ടാണ് കേട്ടോ സംഭവം, വേറെ ഒന്നും വിചാരിച്ചേണ്ട. അങ്ങനെ നമ്മൾ അൽഫാം എടുത്ത് സംഭവം എന്താ വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത അൽഫാം കേട്ടോ. ടോട്ടലി നമുക്ക് 47 റിയാലായിട്ടുണ്ട്. ഉള്ളത് നമ്മൾ 47 റിയാലാണോ നാട്ടിൽ നമ്മൾ കണക്ക് കൂട്ടി വിളി, ഒരു റിയാലിന് 23, 22 സംതിങ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മളിതാ വാരി വലിച്ചു തിന്നു, ഒരുത്ത നല്ല കാരി വലിച്ചു തിന്നുന്നുണ്ട്. എന്തായാലും സംഭവം പൂച്ച പോലെ തിന്നണത്തെ കോലത്തിലാണ് ഓരോരുത്തർ തിന്നണ കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നില്ലേ. അങ്ങനെ ഏതായാലും എല്ലാവരും ഓരോ ഭാഗത്തുനിന്ന് തിന്നൽ തുടങ്ങിയിട്ടുണ്ട്. എന്താ പാടുന്ന ഓരോരുത്തർ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ അടിപൊളിയാണെന്ന് പറഞ്ഞു. സംഭവിച്ചാൽ കുറേ കടകളുണ്ടോ, തിന്ന് തീരാൻ മാത്രം കേട്ടുണ്ട്. ഇനി എന്തായാലും നല്ല നല്ല വീഡിയോസും നല്ല തിന്നലും ഡീറ്റെയിലൊക്കെ ഇനി വരും കേട്ടോ, അത് വേറെ കാര്യം. ഇപ്പം നമ്മളുള്ളത് വെച്ചൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. പിന്നെ ഇത് തക്കാളി സോസാണ്, പിന്നെ അതിൽ വേറെ സോസ് ഉണ്ട്, ഇവിടുത്തെ ഒരു സോസ് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ നല്ലോണം തിന്നു കേട്ടോ. അങ്ങനെ ബ്രോസ്റ്റൊക്കെ കഴിച്ച് എൻ്റെ മക്കളെ ഒരു രക്ഷയില്ലാത്ത കഴിപ്പാണ് ഈ കാട്ടിക്കൂട്ടി. അങ്ങനെ നമ്മളെ കാര്യം യൂട്യൂബ് കാണണമെങ്കിൽ നേരെ ഫേസ്ബുക്ക് പോയിക്കോളെ, അൻസരൂരുണ്ട്, അവിടെ പോയി കടിച്ചോളിട്ട്, എന്നാലും എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. കാരണം എനിക്കെത്തി കിട്ടണ്ടേ, എന്നാലും നിങ്ങൾക്ക് വല്ല വീഡിയോ കിട്ടുള്ളൂ. അത് നല്ല നല്ല വീഡിയോസൊക്കെ വരും. നമ്മൾക്ക് എന്തായാലും അവസരത്തിനനുസരിച്ചാണുള്ള നമ്മളെ അവസ്ഥകൾ. ഇനി നമുക്കറിയില്ലല്ലോ, ഇവിടെ നമ്മളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരും ചവിട്ടി പുറത്താക്കുമെന്നുള്ള അവസ്ഥ നമുക്കറിയില്ല. അങ്ങനെ ഞാൻ അത് വാരി വലിച്ചിട്ടുണ്ട്. വീഡിയോഗ്രാഫർ എടുക്കുന്നുണ്ട് കേട്ടോ, സംബന്ധിച്ച വീഡിയോ എടുക്കുന്ന ലെവലാണ്. അങ്ങനെ ഏതായാലും ബില്ലും കൊടുത്തിട്ട് ഇനി നടത്തമുണ്ട്, നമുക്കൊരു നടത്തം, അവിടെ നീട്ടിയൊരു നടത്തമാണ്. പ്രവാസികൾ എല്ലാവരും ജീവിതത്തിലും ഉണ്ടാവും, റൂമൊക്കെ പോകുന്നതിൻ്റെ മുന്നേ ഒരു നടത്തം എന്ന് അറിയില്ല, ആ നടത്തത്തിലാണ് നമ്മൾ ഇനി നിൽക്കുന്നത്. അങ്ങനെ ഒക്കെപ്പാടാണ് വാരി വലിച്ചിട്ട് കയറ്റിട്ടേ നമ്മൾ നേരെ കണ്ട് നിൽക്കുകയാണ്. ഇനി ഏതായാലും ഇതൊക്കെയാണ് നമ്മളെ സംഭവങ്ങൾ. ഓരോ ദിവസം ഇന്നത്തെ ദിവസം എങ്ങനെയാണ് കഴിഞ്ഞ് നാളത്തെ ദിവസമാണ് വരാനുള്ളത്. നാളത്തെ ദിവസത്തിൽ നമ്മൾ എന്ത് ഫുഡ് കഴിക്കും